Hi all, welcome back to 10th Crash Class for Maths conducted by Archana Study Center. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രോബബിലിറ്റിയിൽ നിന്നാണ്. അതായത് മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ് ചാപ്റ്റർ 4 ആയ മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിലൊരു ക്വസ്റ്റ്യൻ നമുക്ക് ഡിസ്കസ് ചെയ്ത് തുടങ്ങാം. ഈ ക്വസ്റ്റ്യൻ നമുക്ക് പ്രോബബിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നടക്കാനുള്ള സാധ്യത എത്രത്തോളം ഉണ്ടെന്നാണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ നമുക്ക് 2 ബാഗിന്റെ കേസാണ് പറഞ്ഞേക്കുന്നത്. ഒരു ബാഗിൽ 3 റെഡ് ബീഡ്സും 7 ഗ്രീൻ ബീഡ്സും ആണുള്ളത്. അതിൽ നിന്ന് നിങ്ങൾ ഒരു ബീഡ് സെലക്ട് ചെയ്യുന്നത് റെഡ് ആവാനുള്ള ചാൻസ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അങ്ങനെ ചോദിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കം എന്ന് വെച്ചാൽ നമുക്ക് എന്താ കിട്ടേണ്ടത്, നമുക്ക് ഫേവർ ഏതാണ്, റെഡ് കിട്ടണം എന്നുള്ളതാണ്. അപ്പൊ എത്ര ചാൻസ് എത്ര ഉണ്ട്, നമ്പർ ഓഫ് റെഡ്സ് ബീഡ്സ് അതാണ് എന്ത് 3. ഓക്കെ, നെക്സ്റ്റ് ടോട്ടൽ എത്ര ബീഡ്സ് ഉണ്ട് ആ ഒരു ബാഗില് 3 + 7 10 ബീഡ്സ് ഉണ്ട് അല്ലേ. അപ്പൊ ഇതാണ് ഈ ഒരു ഫ്രാക്ഷൻ ആണ് എന്ത് our chance of getting red beads out of 10 beads from the bag 1. ഓക്കെ, ബാഗ് 1-ൽ നിന്ന് നമുക്കൊരു റെഡ് ബീഡ് കിട്ടാനുള്ള ചാൻസ് ആണ് ഇപ്പോൾ എഴുതിയത്. അതായത് 3 ആണ് നമ്മുടെ ഫേവറബിൾ ഔട്ട്കം. നമുക്ക് റെഡ് ആണ് കിട്ടേണ്ടത്. എത്ര ഉണ്ട്, നമ്പർ ഓഫ് ഔട്ട്കംസ് 3 ഉണ്ട് അല്ലെ. അപ്പൊ 3 ഡിവൈഡഡ് ബൈ ടോട്ടൽ എത്ര ബീഡ്സ് ഉണ്ട് 10, 3/10. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രോബബിലിറ്റി പറയുന്നത്. അതായത് ചാൻസ് ഓഫ് ഗെറ്റിംഗ് എ റെഡ് ബീഡ്സ്. ക്ലിയർ ആണെന്ന് കരുതുന്നു. അങ്ങനെ ഈ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് റെഡ് ബീഡ് ഫ്രം ബാഗ് 1. ഓക്കെ, ഫസ്റ്റ് ബാഗിൽ നിന്നും റെഡ് ബീഡ് കിട്ടാനുള്ള ചാൻസ് ആണ് എന്ത് പറയുന്നത് 3/10. ഓക്കെ, ഇനി നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അനദർ ബാഗ് കണ്ടെയ്ൻസ് 1 more of each. വേറൊരു ബാഗ് ഉണ്ട്, അതിൽ ഇതിനേക്കാൾ 1 കൂടുതലാണ് അല്ലെ. റെഡ് എന്ന് പറയുന്നത് അപ്പൊ എത്ര ഉണ്ടാവും, 4 ബീഡ് ഉണ്ടാവും. ഗ്രീൻ എത്ര ഉണ്ടാവും, 8 ബീഡ് ഉണ്ടായിരിക്കും. ക്ലിയർ ആണെന്ന് കരുതുന്നു. അനദർ ബാഗ് 2 contains 4 red beads and 7 ഗ്രീൻ ബീഡ്സ് ആണ് ആദ്യത്തെ ബാഗിൽ. അപ്പൊ 1 more എന്ന് പറയുമ്പോൾ എത്ര ഉണ്ടാവും, 8 ഗ്രീൻ ബീഡ്സ് ആണ് ഉള്ളത്. 8 ഗ്രീൻ ബീഡ്സ് ആണ് ഉള്ളത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് റെഡ് ബീഡ് എന്തായിരിക്കും, റെഡ് ബീഡ് ഇത്രയും. അതായത് ടോട്ടൽ എത്ര ഉണ്ട്, 8 + 4 എന്ന് പറയുന്നത് 12 ആണ്. അപ്പൊ നമ്മുടെ ഡിനോമിനേറ്ററിൽ 12 ആണ്. നമുക്ക് ആവശ്യമുള്ളതാണ് റെഡ് ആണ്. റെഡ് എത്ര എണ്ണം ഉണ്ട്, 4 എണ്ണം ഉണ്ട് അല്ലെ. നമ്മുടെ ന്യൂമറേറ്ററിൽ എത്ര എഴുതണം, 4. നിങ്ങളുടെ ക്വസ്റ്റ്യൻ 2 പ്രോബബിലിറ്റി കിട്ടിയിട്ടുണ്ട് അല്ലെ. അങ്ങനെയാണെങ്കിൽ ഇതില് ഏത് ബാഗിലാണ് റെഡ് ബീഡ് കിട്ടാനുള്ള ചാൻസ് കൂടുതൽ മീൻസ് പ്രോബബിലിറ്റി കൂടുതൽ ഏതിനാണെന്നാണ് ക്വസ്റ്റ്യൻ. അതായത് നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത് ഈ ഫ്രാക്ഷൻ ആണോ, ഫസ്റ്റ് ഫ്രാക്ഷൻ ആണോ, ഈ ഫ്രാക്ഷൻ ആണോ വലുത്. നമ്മൾ എങ്ങനെയാ ലെസർ ഓർ ഗ്രേറ്റർ കണ്ടുപിടിക്കാൻ, നമ്മൾ എന്ത് ചെയ്യണം, അതിന്റെ ഡിനോമിനേറ്റർ ഈക്വൽ ആക്കണം അല്ലെ. അപ്പൊ 10ഉം 12ഉം ആണുള്ളത്. നമുക്ക് അതിന്റെ LCM ഒന്ന് ചെയ്ത് നോക്കാം അല്ലെ. 10ന്റെയും 12ന്റെയും നമുക്കൊന്ന് LCM കണ്ടുപിടിക്കാം. LCM എന്ന് പറയുന്നത് 60 ആണ്. നമുക്ക് 2 ടേമിനെയും 60ലേക്ക് ആക്കാൻ ഇവിടെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും. then this become 3 × 6 18/60 ആയിട്ട് മാറും. ഇവിടെ എന്ത് വരും, നമുക്ക് 4 × 5 താഴെയും 12 × 5 60ലേക്ക് മാറ്റും. 12 × 5 എന്താണ്, 60 ആണ്. then this become 60. നമ്മൾ താഴെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഒരേ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, then 4 × 5 എന്ന് പറയുന്നത് എന്താണ്, 20. ഓക്കെ, ക്ലിയർ ആണെന്ന് കരുതുന്നു. സോ നമ്മൾ ഇത് രണ്ടിനെയും നമ്മൾ ഒരു ഈക്വൽ അനദർ ഫ്രാക്ഷൻ ആക്കി മാറ്റാണ്. ഈക്വൽ തന്നെയാണ്. 3/10 തന്നെയാണ് എന്ത് പറയുന്നത് 18/60. ഓക്കെ, പക്ഷെ നമ്മൾ എന്തിനത് കൺവേർട്ട് ചെയ്യണം, ഇപ്പൊ നോക്കിക്കാൻ നിങ്ങളുടെ 2 ഫ്രാക്ഷന്റെയും ഡിനോമിനേറ്റർ സെയിം ആണ്. ഇനി നമുക്കിത് ഗ്രേറ്റർ ഏതാന്ന് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ഏതാണ് ഗ്രേറ്റർ, സെക്കൻഡ് 1 ആണ് ഗ്രേറ്റർ അല്ലെ. 20/, ജസ്റ്റ് ന്യൂമറേറ്റർ നോക്കി നമുക്ക് മനസ്സിലാക്കാം ഏതാണ് വലുത്, 18/60 ആണ്. 20/60 ഗ്രേറ്റർ ഏതാണ്, ഇതാണ് ഗ്രേറ്റർ വരുന്നത്. സെക്കൻഡ് ബാഗ് ആണ് ഗ്രേറ്റർ വരുന്നത്. ദാറ്റ് ഈസ് നമുക്ക് 3/10 ഈസ് ലെസ് ദാൻ 4/12 എന്ന് എഴുതാൻ സാധിക്കും. ഓക്കെ, അപ്പൊ ബാഗ് 2 ഹാസ് ഗ്രേറ്റർ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് റെഡ് ബീഡ്സ് എന്നാണ്. നിങ്ങളുടെ ആൻസർ എങ്ങനെ എഴുതാം, ബാഗ് 2 ഹാസ് ഗ്രേറ്റർ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് റെഡ് ബീഡ്.
ക്ലിയർ ആണെന്ന് കരുതുന്നു. റെഡ് ബീഡ് കിട്ടാൻ കൂടുതൽ ചാൻസ് എന്താണ്? ടാഗ് 2-നാണ്. അപ്പൊ നമ്മൾ ഡിനോമിനേറ്റർ ഈക്വൽ ആയിട്ട് ഒന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ, മറ്റൊരു ക്വസ്റ്റ്യൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം. A person is asked to say a 2-digit number. What is the probability that it is a perfect square? ഒരു 2-digit നമ്പേഴ്സിൽ പെർഫെക്റ്റ് സ്ക്വയർ വരാനുള്ള ചാൻസ് എന്താണെന്നാണ് അവർ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് എത്ര 2-digit നമ്പേഴ്സ് ഉണ്ടെന്ന് ആദ്യം അറിഞ്ഞിരിക്കണം. അങ്ങനെയാണെങ്കിൽ അതിൽ എത്ര പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ഉണ്ടെന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പൊ അത്ര 2-digit നമ്പേഴ്സ് ഉണ്ട്. നമ്പർ ഓഫ് 2-digit നമ്പേഴ്സ്, നമ്പർ ഓഫ് 2-digit നമ്പേഴ്സ് എത്ര വരും? നമുക്ക് ഏറ്റവും വലിയ 2-digit നമ്പർ എത്രയാണ്? 99 ആണ്. ഏറ്റവും ചെറുത് ഏതാ? 10 ആണ് അല്ലെ. അപ്പൊ 99 മൈനസ് 10 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 89 കിട്ടും. 89 അല്ല നിങ്ങളുടെ ആൻസർ, +1 ചെയ്യണം. കാരണം അതിന്റെ ഡിഫറൻസ് ആണ് 89 വരുന്നത്. +1 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? 90 വരും. 90 ആണ് എന്ത് വരുന്നത്? നമ്മുടെ നമ്പർ ഓഫ് 2-digit നമ്പേഴ്സ് വരുന്നത്. ക്ലിയർ ആണെന്ന് കരുതുന്നു. മാക്സിമം എത്ര വരും? 99 മൈനസ് 10, 89 അല്ലെ. 89 +1 ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? ആ 10 കൂടിയും ആഡ് ഓൺ ചെയ്തിട്ട് വരുള്ളൂ. അപ്പൊ നമുക്ക് 90 2-digit നമ്പേഴ്സ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അങ്ങനെ അവൈലബിൾ ആയിട്ടുള്ള 2-digit നമ്പേഴ്സിൽ എത്ര പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ഉണ്ടെന്ന് നോക്കാം. ഇപ്പൊ നമുക്ക് പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ഏതൊക്കെയാന്ന് നോക്കി നോക്കാം. നമുക്കറിയാം അല്ലെ ഏതൊക്കെ പെർഫെക്റ്റ് സ്ക്വയേഴ്സ്? 2ന്റെ സ്ക്വയർ 4 ആണ്, അത് 1 digit ആണ്. 3യുടെ 9 ആണ്. 4ന്റെ 16 ആണ്, 25. നെക്സ്റ്റ് വൺ ഏതാ വരുന്നത്? 36. നെക്സ്റ്റ് 49. 7ന്റെ 64. നെക്സ്റ്റ് ഏതാ വരുന്നത്? 81. ഇത്രയും 90 ആണ് 81 വരുന്നത്. 10ന്റെ എന്താണ്? 100 ആണ്. അത് എടുക്കേണ്ട ആവശ്യമില്ല, 3-digit നമ്പർ ആണ്. ടോട്ടൽ എത്ര ഉണ്ട്? 1 2 3 4 5 6. നമ്പർ ഓഫ് 2-digit നമ്പേഴ്സ്, നമ്പർ ഓഫ് പെർഫെക്റ്റ് സ്ക്വയർ ഈക്വൽ ടു 6 ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ പ്രോബിലിറ്റി എന്തായിരിക്കും? അപ്പോൾ പ്രോബിലിറ്റി ഈക്വൽ ടു നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കം. പെർഫെക്റ്റ് സ്ക്വയർ ആവണം. 6 ഡിവൈഡഡ് ബൈ 90 വരും. അപ്പൊ നമുക്ക് രണ്ട് സൈഡിലും ഒന്ന് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ എന്തുവരും? 2 ഡിവൈഡഡ് ബൈ 30 വരും. വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കുമല്ലോ. അപ്പൊ then this become 1 divided by 15 വരും. ഇതാണ് നിങ്ങളുടെ പ്രോബിലിറ്റി വരുന്നത്. മറ്റൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 2 dice with faces numbered from 1 to 6 are rolled together. What are the possible sums that can be got? Which sum has the maximum possibility? അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ ചോദിച്ചിരിക്കുന്നത് 2 ഡൈസ് 1 to 6 എഴുതിയിരിക്കുന്ന ഡൈസ്, നിങ്ങൾക്ക് അറിയാമല്ലോ ഡൈസ് ഒരുമിച്ച് നമ്മൾ റോൾ ചെയ്യുമ്പോൾ അതിൻ്റെ സമ്മ്, ആ 2 ഫേസസിലും കാണിക്കുന്ന നമ്പേഴ്സിന്റെ സമ്മിന്റെ പ്രോബബിലിറ്റിയാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. സമ്മ് ഏതൊക്കെ വരും, ആ സമ്മ് വരാനുള്ള പ്രോബബിലിറ്റി എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്തറിയണം? 2 ഡൈസ് റോൾ ചെയ്യുമ്പോൾ കിട്ടുന്ന ഔട്ട്കംസ് ഏതൊക്കെയാന്നുള്ളത് ആദ്യം എഴുതണം അല്ലെ. 6ന്റെ 36 ഔട്ട്കംസ് നമുക്ക് കിട്ടാനുള്ള പോസിബിൾസ് ഉണ്ട്. അപ്പൊ നമുക്ക് ആദ്യം അതൊന്ന് എഴുതി നോക്കാം. പോസിബിൾ ഔട്ട്കംസ് വൈൽ റോളിങ് എ 2 ഡൈസ് അറ്റ് എ ടൈം. ഓക്കെ, അതൊന്ന് എഴുതി നോക്കാം. അപ്പൊ നമുക്കത് എഴുതുമ്പോൾ 36 നമ്പേഴ്സ് ഉണ്ടെന്ന് അറിയാം. ഈ ബോർഡിൽ എഴുതിയിരിക്കുന്നത് നിങ്ങൾ 2 ഡൈ റോൾ ഓൺ ചെയ്യുമ്പോൾ കിട്ടാവുന്ന പോസിബിൾ ഔട്ട്കംസ് ആണ്. അതായത് 1 1 എന്ന് വരാം. 2 ഡൈയുടെയും മേലെ, ഡൈസിന്റെയും മേലെ 1 1 എന്ന് വരാം, 1 2 വരാം, 1 3 വരാം, 1 4 വരാം, 1 5 വരാം, 1 6 വരാം, 2 1 2 2 2 3 2 4 2 6 അങ്ങനെ 36 കോമ്പിനേഷൻസ് നമുക്കുണ്ട്. ഓക്കെ, ഔട്ട് ഓഫ് 36 ഓരോന്നിന്റെ എന്താണ് സമ്മ് കണ്ടുപിടിക്കണം അല്ലെ. ഓരോ സമ്മും എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ ഈ നോക്കിക്കേ, ഈ ഡൈയുടെ സമ്മ് എത്രയാണ് വരുന്നത്? 2 ആണ് വരുന്നത്. ഇതെന്താ വരുന്നത്? 3. അങ്ങനെ ഓരോന്നിന്റെയും നിങ്ങൾ സമ്മ് കണ്ടുപിടിക്കുക. തേർഡ് ചാൻസിന്റെ സമ്മ് എന്താണ്? 4 5 6 7. ഇതുപോലെ 3 4 5 6 7 8. നെക്സ്റ്റ് വൺ 4 5 6 7 8 9. Next one 5 6 7 8 9 10. Next one 6 7 8 9 10 11. Next one 7 8 9 10 11 12.
ഇത്രയാണ് നിങ്ങളുടെ സമ്മ് വരുന്നത്. ഇതിൽ ഓരോ സമ്മും കിട്ടാനുള്ള പ്രോബബിലിറ്റിയാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ. വിച്ച് സം ഹാസ് മാക്സിമം പ്രോബബിലിറ്റി. അപ്പോൾ ഓരോ സമ്മ് എഴുതാം, അതുപോലെ അതിന്റെ പ്രോബബിലിറ്റിന്റെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കാം. പ്രോബബിലിറ്റി. ഓക്കെ, സമ്മ് ഏതൊക്കെയാണ് നിങ്ങൾക്ക് കിട്ടുന്നത്? 2 വരുന്നുണ്ട് അല്ലേ, 2 വരുന്നുണ്ട്, 3 വരുന്നുണ്ട്, 2 തൊട്ട് 12 വരെയുള്ള സമ്മ് നമുക്ക് കിട്ടുന്നുണ്ട്. 4, 5, 6, 7, 8, 9, 10, 11, 12 ഇത്രയും സമ്മുകൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. 2 എത്ര എണ്ണം വരുന്നുണ്ട്? ആകെ ഒരെണ്ണത്തിന് 2 വരുന്നുള്ളൂ അല്ലേ. അപ്പൊ 1/36 ടോട്ടൽ എത്ര ഉണ്ട്? 36 ഔട്ടെങ്കിൽ ഒരെണ്ണം മാത്രമാണ് എന്ത് വരുന്നത്? 2 എന്നുള്ള സം വരുന്നത്. അപ്പൊ അതിന്റെ പ്രോബിലിറ്റി എത്രയാണ് വരുന്നത്? 1/36. ലീസ്റ്റ് പ്രോബബിൾ ആണ് അല്ലേ. നെക്സ്റ്റ് വരുന്നത് 3 എന്നുള്ള സം വരാനുള്ള പോസിബിലിറ്റി. എത്ര 3 ഉണ്ടെന്ന് നോക്കിക്കേ. 1, 2 രണ്ടെണ്ണം അല്ലേ. 2/36 ആണ് എന്ത് വരുന്നത്? ഇതിന്റെ പ്രോബബിലിറ്റി വരുന്നത്. നെക്സ്റ്റ് 4 എത്ര എണ്ണം വരുന്നുണ്ട്? 1, 2, 3 അല്ലേ. 3 വരുന്നുണ്ട് അല്ലേ. 3/36 ആണ് പ്രോബബിലിറ്റി വരുന്നത്. നെക്സ്റ്റ് 5th 1, 2, 3, 4 4/36 ആണ്. അങ്ങനെ ഓരോന്നിന്റെയും പ്രോബിലിറ്റി ചെയ്ത് 6, 1, 2, 3, 4, 5 5/36 ആയിരിക്കും. ഇനി 7 എന്ന് പറയുന്നത് എന്താണ്? 1, 2, 3, 4, 5, 6 6/36 ആണ് പ്രോബിലിറ്റി വരുന്നത്. നെക്സ്റ്റ് 1 എന്ന് പറയുന്നത് 8, 1, 2, 3, 4, 5 5/36 ആണ് ഇതിന്റെ പ്രോബിലിറ്റി വരുന്നത്. ഇനി 9 എന്ന് പറയുന്നത് എന്താണ്? 1, 2, 3, 4 അല്ലേ, 4/36 ആണ്. ഇനി 10 ഓരോന്ന് എണ്ണി നോക്കിയാൽ മതി. 10 എന്ന് പറയുന്നത് 1, 2, 3 3/36 ആണ് പ്രോബിലിറ്റി വരുന്നത്. ഇനി 11 എന്ന് പറയുന്നത് 2/36 ആണ്. 12 എന്ന് പറയുന്നത് ഒരൊറ്റ ചാൻസ് ഉള്ളൂ, 1/36 ആണ്. ഇങ്ങനെ ഓരോന്നിൻ്റെയും പ്രോബിലിറ്റി എഴുതാം. അങ്ങനെ എഴുതുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രോബിലിറ്റി ഏതിനാ വരുന്നത്? 7 കിട്ടാനാണ് ഏറ്റവും കൂടുതൽ പ്രോബിലിറ്റി വരുന്നത്. അപ്പൊ ഇതാണ് നിങ്ങളുടെ ആൻസർ വരുന്നത്. പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് സം 7 ഹാസ് ഗ്രേറ്റർ മാക്സിമം പോസിബിലിറ്റി. ക്ലിയർ ആണെന്ന് കരുതുന്നു. 7 ആണ് ഏറ്റവും കൂടുതൽ പോസിബിലിറ്റി അല്ലേ. അതിന് 6/36. അപ്പോൾ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് സം 7 ഹാസ് ഗ്രേറ്റർ പോസിബിലിറ്റി. ക്ലിയർ ആണെന്ന് കരുതുന്നു. മറ്റൊരു ക്വസ്റ്റ്യൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം. A box contains 4 slips numbered 1, 2, 3, 4 and another box contains 3 slips numbered 1, 2, 3. If one slip drawn from each box, what is the probability of the product of the numbers being odd? What is the probability of the product being even? അതായത് നമുക്ക് 2 ബോക്സ് തന്നിട്ടുണ്ട്. ഈ 2 ബോക്സിൽ ഫസ്റ്റത്തെ ബോക്സിൽ 1, 2, 3, 4 എന്ന് എഴുതിയിരിക്കുന്ന സ്ലിപ്പുകൾ ഉണ്ട്. സെക്കൻഡ് ബോക്സിൽ 1, 2, 3 എന്ന് എഴുതി 3 സ്ലിപ്സും എഴുതിയിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എത്ര പോസിബിലിറ്റിയാണ്? ഇഫ് വൺ സ്ലിപ്പ് ഡ്രോൺ ഫ്രം ഈച്ച് ബോക്സ്, 2 ബോക്സിൽ നിന്നും ഓരോ സ്ലിപ്പ് വീതം എടുക്കുകയാണെങ്കിൽ അതിൽ ആ 2 സ്ലിപ്പുകളിൽ എഴുതിയിരിക്കുന്ന നമ്പറുകളുടെ പ്രൊഡക്റ്റ് ഓഡ് ആവാനുള്ള പോസിബിലിറ്റിയും ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, ഈവൺ ആവാനുള്ള പോസിബിലിറ്റിയും ഉണ്ട്. ഇത് രണ്ടുമാണ് നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ വരുന്ന ക്വസ്റ്റ്യനിൽ നമ്മൾ അറിഞ്ഞിരിക്കണം എത്രത്തോളം ഔട്ട്കംസ് ഉണ്ട്. അതായത് നമ്മൾ 2 സ്ലിപ്പുകൾ 2 ബോക്സിൽ നിന്ന് എടുക്കുമ്പോൾ പല കോമ്പിനേഷനിൽ വരാം അല്ലെ. എത്ര കോമ്പിനേഷൻ ഓഫ് ഔട്ട്കംസ് വരാനുള്ള ചാൻസ് ഉണ്ടെന്ന് ആദ്യം എഴുതി വെക്കണം. നമ്പർ ഓഫ് ഔട്ട്കം അല്ലെങ്കിൽ ഔട്ട്കംസ് ഓഫ് ദി ഔട്ട്കംസ്. ഏതൊക്കെയായിരിക്കും ഔട്ട്കംസ് വരാം? 2 സ്ലിപ്പ് എടുക്കുകയാണ്. ആദ്യത്തെ ബോക്സിലുള്ളത് 1, രണ്ടാമത്തെ സ്ലിപ്പിൽ നിന്ന് 1 ആവാം. അതുപോലെ സെക്കൻഡ് വൺ ആദ്യത്തെ സ്ലിപ്പിലെ 1ഉം സെക്കൻഡ് സ്ലിപ്പിലെ 2ഉം ആവാം. പിന്നെന്താണ് 1, 3 ആവാം അല്ലെ. ആദ്യത്തെ ബോക്സിൽ ഏതൊക്കെയാണുള്ള ബോക്സ് നമ്പർ എ അതൊന്ന് എഴുതി വെക്കുക. ബോക്സ് എയിൽ ഏതൊക്കെയാണ്? 1, 2, 3, 4 അല്ലെ. ബോക്സ് ബിയിൽ എന്താണുള്ളത്? 1, 2, 3 അല്ലെ. അപ്പൊ പോസിബിലിറ്റി ഓരോ കോമ്പിനേഷൻ ഓരോ പോസിബിലിറ്റി അല്ലെ. 1, 1, 1, 2, 1, 3 അല്ലെ. അതുപോലെ 2, 1, 2, 2, 2, 3 ഇങ്ങനെ പോസിബിലിറ്റീസ് ഉണ്ട് അല്ലെ. ഔട്ട്കംസ് പോസിബിൾ ഔട്ട്കംസ് എന്ന് പറയാം അല്ലെ. പോസിബിൾ ഔട്ട്കംസ്. അങ്ങനെ പോസിബിൾ ഔട്ട്കംസ് എല്ലാം എഴുതുക. 2, 1, 2, 2, 2, 3. അടുത്തൊരു പോസിബിലിറ്റീസ് 3 വെച്ചതോ എടുക്കുകയാണെങ്കിൽ 3, 1, 3, 2, 3, 3. നെക്സ്റ്റ് 1, 4, 1, 4, 2, 4, 3.
ഇതൊക്കെയാണ് പോസിബിൾ ഔട്ട്കംസ്. ഓക്കെ, ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇതിന്റെ പ്രൊഡക്റ്റ് ഇവൺ ആവാനും ഓഡ് ആവാനുള്ള പോസിബിലിറ്റീസ്. പ്രൊഡക്റ്റ് എന്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, 1 1ന്റെ പ്രൊഡക്റ്റ് 1 1 2 2 3 2 4 6 3 6 9 4 8 12. ഇതൊക്കെയാണ് പ്രൊഡക്ട്സ് അല്ലേ? ഏതൊക്കെയാണ് പ്രൊഡക്ട്സ്? 1 2 3, ഇവിടെ 2 4 6 3 6 9 4 8 12. ഇങ്ങനെ നമ്മൾ പ്രൊഡക്റ്റ് കണ്ടുവച്ചിട്ടില്ലേ? ഇതിൽ എത്ര ഈവൺ പ്രൊഡക്ട്സ് ഉണ്ട്? ടോട്ടൽ എത്ര ഔട്ട്കംസ് ഉണ്ട്? 3 × 4 12 ഔട്ട്കംസ് ഉണ്ട് അല്ലേ? അതിൽ ഓഡ് ഔട്ട്കംസ് ഏതൊക്കെയാണുള്ളത്? 1 2, പിന്നെ ഏതാണ്? 3 4 4 ആണ് എന്തുള്ളത്? ഓഡ് നമ്പർ ഓഫ് ഔട്ട്കംസ്. പ്രൊഡക്റ്റ് വരുന്നത് 4 എണ്ണാണ് അല്ലേ? ഇവിടെ 1 വരുന്നുണ്ട്, 2 ഈവൺ ആണ്, 3 അതുപോലെ നെക്സ്റ്റ് 1 എന്ന് പറയുന്നത് 3 1 ഇത് വരും, 3 4 4 എണ്ണാണ് നമുക്ക് എന്ത് വരുന്നത്? ഓഡ് നമ്പർ പ്രൊഡക്റ്റ് ആയിട്ട് വരുന്നത്. അപ്പൊ നമ്മുടെ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ഓഡ് പ്രൊഡക്ട്സ് എത്ര വരും? 4 ഡിവൈഡഡ് ബൈ ടോട്ടൽ ഔട്ട്കംസ് എത്രയാണ് നമുക്ക്? ടോട്ടൽ ഔട്ട്കംസ് 12 ആണ്, 12. സോ 4/12. അപ്പൊ നമ്മൾക്ക് ഡിവൈഡ് ചെയ്യുമ്പോൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 1/3 കിട്ടും. നെക്സ്റ്റ് ഈവൺ പ്രൊഡക്റ്റ് ആയി വരാനുള്ള പോസിബിലിറ്റീസ് നമുക്കറിയാം. 1 2 3 4 5 6 7 8 8/12 ആണ് വരുന്നത്. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2/3 വരും. ക്ലിയർ ആണെന്ന് കരുതുന്നു. അപ്പോൾ നമ്മുടെ ഓഡ് പ്രൊഡക്റ്റ് വരാനുള്ള പോസിബിലിറ്റി 1/3 ഈവൺ പ്രൊഡക്റ്റ് വരാനുള്ള പോസിബിലിറ്റി 2/3 ആണ്. ഇന്ന് നമ്മൾ മാത്തമാറ്റിക്കൽസ് ഓഫ് ചാൻസ് എന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. എക്സാമിന് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. വർക്കൗട്ട് ചെയ്ത് നോക്കുക. അടുത്ത വീഡിയോയിൽ കൂടുതൽ ഒരു ക്വസ്റ്റ്യൻസുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.